കുട്ടികളുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനുള്ള എളുപ്പ വഴിയെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കുട്ടികൾ എന്ന് പറയുമ്പോൾ പഠിക്കുന്ന ഏത് വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് 3 കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തേത് ഒരു ട്രിക്കാണ്. ആ ട്രിക്ക് ചെയ്ത ശേഷം രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ടത് ഒരു വ്യായാമം പോലെ അല്ലെങ്കിൽ ഒരു മസാജ് പോലത്തെ കാര്യമാണ്. മൂന്നാമത് ചെയ്യേണ്ട കാര്യം മരുന്നാണ്. അതിന് മുൻപായി നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക. ആദ്യം നമുക്ക് ബുദ്ധിശക്തി കൂട്ടാനുള്ള ട്രിക്ക് നോക്കാം. ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രിക്കാണ്. അപ്പോൾ നിങ്ങളിപ്പം അത്യാവശ്യം മുതിർന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ഇനി അല്ല ചെറിയ മക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം. അതിന് വേണ്ടത് ഒരു പേപ്പറിൽ നിങ്ങളൊരു 15 കാര്യങ്ങൾ എഴുതുക. 15 വാക്കുകൾ മാത്രം താഴേക്ക് എഴുതുക. നിങ്ങൾ മുതിർന്ന കുട്ടികളാണെങ്കിൽ പോലും മറ്റൊരാളെയും കൊണ്ട് ആ ഒരു 15 വാക്ക് എഴുതിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം വെച്ചാൽ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരരുത്. നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് ഓർമ്മ വരും എന്തൊക്കെയാണ് എഴുതിയെന്ന് അല്ലേ. അപ്പോൾ വേറെ ആളെ കൊണ്ട് എഴുതിപ്പിക്കുന്നതായിരിക്കും നല്ല. ഒരു 15 വാക്ക്, ഇപ്പോൾ എന്താ കുട അല്ലെങ്കിൽ മൈതാനം, മഴ, അങ്ങനെ എഴുതിയാലും മതി. താഴേക്ക് ഒരു 15 വാക്ക് എഴുതുക. അതിനുശേഷം കുട്ടികളുടെ കയ്യിൽ ഈ പേപ്പർ ഓരോ ദിവസവും കൊടുക്കുക. ആദ്യത്തെ ദിവസം 5 എണ്ണം കാണാതെ പഠിക്കാൻ പറയുക. അടുത്ത ദിവസവും ബാക്കി 5 എണ്ണം. ആ രീതിയിൽ 15 എണ്ണം ഒരു 3 ദിവസം കൊണ്ട് അവർക്ക് പഠിച്ചെടുക്കാൻ കഴിയും. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ 15 എണ്ണം പഠിച്ചെടുക്കാൻ കഴിയുന്നവരും ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് അവരുടെ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അന്നേരം പരീക്ഷിക്കാൻ പറ്റും. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ 15 കാര്യങ്ങൾ ഓർഡറിൽ എങ്ങനെ ആ ഒരു കുട്ടി ഓർത്തിരിക്കുന്നു അതിന് ബുദ്ധി വേണം. കാരണം അത് കണക്റ്റ് ചെയ്തേ ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. വെറുതെ കാണാതെ പഠിക്കുന്നതിനേക്കാളും അവർക്ക് കുറച്ചും കൂടെ എളുപ്പം അവർ എന്തെങ്കിലും ഒരു കോഡോ അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ട് ചെയ്ത് ആ 15 എണ്ണം ഓർഡറിൽ പഠിച്ചു തുടങ്ങും. അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ അങ്ങനെ ഒരു പേപ്പർ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു 3 ദിവസം കൊണ്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാകുന്നത്. അത് പഠിച്ചു കഴിയുമ്പോൾ അടുത്ത പേപ്പറിൽ വീണ്ടും 15 കാര്യങ്ങൾ എഴുതുക, എന്നിട്ട് കൊടുക്കുക. അത് ചിലപ്പോൾ ഒരു 2 ദിവസം കൊണ്ട് പഠിക്കും. അങ്ങനെ ട്രെയിൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കാനുള്ള ബുദ്ധിശക്തി അവർക്ക് ലഭിക്കുന്നതാണ്. ഇത് തന്നെ വേറൊരു രീതിയിൽ ചെയ്യാം. അവർ രാവിലെ സ്കൂളിൽ പോയിട്ട് വൈകിട്ട് വരുമ്പോൾ വൈകുന്നേരം വരെ നടന്ന കാര്യങ്ങൾ ഓർത്തെടുത്ത് ഒരു പേപ്പർ എഴുതി തരാൻ പറയുക. രാവിലെ എത്ര മണിക്ക് എഴുന്നേറ്റു, എന്തൊക്കെ കഴിച്ചു, ആരെയൊക്കെ കണ്ടു, സ്കൂളിൽ പോകാൻ ആരെയൊക്കെ കണ്ടു, അല്ലെങ്കിൽ സ്കൂളിൽ ചെന്നിട്ട് ഇന്ന് എന്തൊക്കെ പഠിപ്പിച്ചു, സ്കൂളിൽ എന്തൊക്കെ സംസാരിച്ചു, അങ്ങനെ എല്ലാ A to Z കാര്യങ്ങൾ എഴുതാൻ ശീലിപ്പിക്കുക. 1-2 ദിവസം അങ്ങനെ എഴുതുമ്പോഴത്തേക്കും അവർ ആ ദിവസത്തെ മുഴുവൻ കാര്യങ്ങൾ ഓർത്തെടുക്കും. അങ്ങനെ ഓർത്തെടുക്കുമ്പോൾ ബ്രെയിൻ വികസിക്കുകയും അതായത് ബ്രെയിൻ്റെ ഒരു പവർ കൂടുകയും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കുകയും ചെയ്യും. PSC പോലെയുള്ള വലിയ പരീക്ഷകൾക്ക് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഒന്നുകൂടി യൂസ്ഫുൾ ആവും. ഇങ്ങനെ എല്ലാം